അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി വബാദിറു ഇദാ ഇന്ന മുഫ്തറലാത്തി. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് വന്നതാ. നമ്മൾ ഈ മുസ്ലിങ്ങള് ഫിത്തന വരുത്തണ്ട, ഫിത്തന ഉണ്ടാക്കും വേണ്ട. നോമ്പുണ്ട്, നോമ്പൊക്കെയാണ്. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന നമ്മള് നോമ്പൊക്കെ പിടിച്ച് നമുക്ക് നമ്മൾ തെറ്റ് തലേക്കെട്ടുകാരോ കണ്ടുസ്താദുമാരോ എന്തെങ്കിലും പറഞ്ഞെടുക്കണ സ്വർഗത്തില് ഹൂർലിങ്ങള് ആയനാണ് ചേനാണ് മാതകം നിർത്തുക അതൊക്കെ പറഞ്ഞ് നടന്നിട്ട് അങ്ങനെ ഒരു കയ്യിലിട്ട് കൊടുത്തതാണിത്. ഈ ആരിഫ് ഹുസൈന്റെ പോലത്തെ ആൾക്കാരുടെ കയ്യിലും നിരീശ്വരവാദികളുടെ കയ്യിലും. പിന്നെ സംഗീന്നോ സംഗീ സുടാപ്പിന്നോ ഞാൻ ഉപയോഗിക്കല്ല വാക്കുകൾ. അതൊക്കെ ഉപയോഗിക്കണവർ തമ്മിൽ ഉപയോഗിക്കും. അപ്പൊ ഇന്നലെ എനിക്കൊരു മെസ്സേജ്, ഞാൻ 2 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോക്ക് ഒരു കമന്റ് വന്ന്, റനീഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, പേര് മതം വേറെ പേര് വേറെ, റനീഷ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയി. അവിടെ പോയതിന് ഒരുപാട് പേര് ഓരോ ഇതില് എന്ത് ചെയ്ത് പൊങ്കാലിട്ട് കമന്റ് അടിച്ച്, സുഡാപ്പികൾ എന്നാണ് അയാൾ ഉപയോഗിച്ചത്. എന്റെ ആ വീഡിയോന്റെ താഴെ കമന്റ് തപ്പിയ ആൾക്ക് കാണാം. സുഡാപ്പികൾ കയറിതിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അതിനെപ്പറ്റി പറയാന്ന് വെച്ച്. ആ സുഹൃത്തിനോട് ആദ്യം പറയാം, ഏത് മതം സ്വീകരിക്കണോ, ഏത് ആരാധന സ്വീകരിക്കണോ, ഏത് ഉത്സവങ്ങൾക്ക് പോകണം, ഏത് ഫെസ്റ്റിവലിന് പോകണം, ഏത് ഡ്രസ്സ് കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കാനുള്ള അവകാശം ആ സ്ത്രീക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഓരോ നിസാറ് ഞാൻ ശരിയാക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച സുഡാപ്പി എന്ന് പറയുന്നത് മുസ്ലിം ആണെങ്കിൽ അതിന്റെ പിന്നാലെ പോണതിനോട് എനിക്ക് അഭിപ്രായമില്ല. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ആ സ്ത്രീ ഓരോ ഇഷ്ടത്തിന് അവിടെ പോയി ഒരു പൊങ്കാലിട്ട് ഓരോ പേരും മതം മുസ്ലിം ആയതാണ്. പക്ഷെങ്കിൽ ഈ പറയുന്ന കമന്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കണം, നമ്മളും കൃത്യമായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ നല്ലൊരു മാസത്തിന് നോമ്പും പിടിച്ചിട്ട് എന്തിനാ വെറുതെ ഈ ഫിത്തനെ കൊണ്ടുപോയിട്ട് പരുത്തേണ്ട വല്ല കാര്യമുണ്ട്? നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് കാര്യമുണ്ട് നമ്മളെ കൊണ്ടുപോയി പരുത്തേണ്ടത്? അനാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ, തിരുവനന്തപുരത്ത് മറ്റേ പാളയം പള്ളിയിൽ ഇമാമ് ചെയ്ത കുത്തുബ എന്തോ ഒരു ഭംഗിയുള്ള കുത്തുബ. അതല്ലേ മതമൈത്രി, അതല്ലേ നമ്മള് സഹോദരൻ എന്നൊക്കെ പറഞ്ഞ്. ആ പറഞ്ഞതിന്റെ നേരെ വിപരീതമായി ഈ ചെയ്ത കമന്റുകൾ കൊണ്ട്. കമന്റ് ആരൊക്കോ ഏതൊക്കെയോ ഫേക്ക് ഐഡിയിലൊക്കെ ഇട്ട് ചെയ്യണതായിരിക്കും. അതിലൊന്നും ഇസ്ലാമോ ഒരു മതോ, ഒരു ഹൈന്ദവ മതോ, ഇസ്ലാം മതോ, ക്രിസ്തു മതോ, ഒരു മതവും ഒരാൾ ചെയ്യണതിന് കുറ്റവാളിയല്ല. ആ മതത്തിന് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റനീഷ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ സൗകര്യ. പിന്നെ വേറൊരു വേറെന്തോ ഒരു പേര്, എനിക്ക് സത്യത്തിൽ പേര് മറന്നു വയ്ക്കുന്നത്. അവര് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് അവര് ഹൈന്ദവ മതാചാര പ്രകാരം നടക്കണം, അവർക്ക് സ്വതന്ത്രമായിട്ട് അവരിഷ്ടത്തിന് ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കാൻ ഈ മതം സമ്മതിക്കില്ല, മതത്തിൽ നിന്നിട്ട് ഒരു ഗുണമില്ല. അവര് മനസ്സിലാക്കേണ്ട, ഈ മതം ഒരു കമ്പനി അല്ല. ഈ മതം വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന ഒരു കമ്പനി ഒന്നുമല്ല. ഈ മതം ഒരു വിശ്വാസമാണ്. ഒരു ദൈവമുണ്ട്, അതിന് പ്രവാചകന്മാരുണ്ട്. നല്ല രീതിയിൽ നടക്കണം. ആൽക്കഹോള് 1% ചെന്നാലും 100% ചെന്നാലും ശരീരത്തിന് കേടാ. 1% ആൽക്കഹോൾ ശരീരത്തിൽ ചെന്നാലും ശരീരത്തിന് കേടാ. അങ്ങനെ ശരീരത്തിന് കേടാണ്. ആൽക്കഹോൾ കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കഞ്ചാവ് വലിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ഒരാളെ ഉപദ്രവിക്കരുത്, പലിശക്ക് കൊടുക്കരുത്, ആരും തല്ലരുത്, ആരെ പറ്റി കുറ്റം പറയരുത് എന്നൊക്കെ പറയണ ഈ മതം, ഏത് മതവും, ഞാൻ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ട് പറയാം, ഇസ്ലാം പറയുന്ന ആ സാധനങ്ങളൊക്കെ തെറ്റാണ്. അത് യുക്തിബോധമുള്ള ഏതൊരു പൗരനും മനസ്സിലാവും, ഏത് മനുഷ്യനും മനസ്സിലാവും അത് തെറ്റന്നാണെന്ന്. അങ്ങനെ ആ തെറ്റുകൾ ചെയ്താൽ നിങ്ങൾ നരകത്തിലാണ്. പിന്നെ നന്മകൾ ചെയ്താൽ, ഒരാളെ സഹായിക്കുക, പൈസ കൊണ്ട് സഹായിക്കുക, ശരീരം കൊണ്ട് സഹായിക്കുക, നല്ലത് പറയാ, നല്ല പ്രവൃത്തികൾ ചെയ്യുക. പിന്നെ ദൈവം നമുക്ക് തന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിനും ഞാൻ തിരിച്ചങ്ങോട്ട് നന്ദി പറയാന്നുള്ള പ്രാർത്ഥനകളാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ്. ഇതൊക്കെ അതിന് തന്നെ ഒരുപാട് കണ്ടീഷനുകളുണ്ട്. ഹജ്ജ് ഒരു കടും ബാധ്യതയും ബുദ്ധിമുട്ടൊന്നുമില്ല, ആരോഗ്യം ഉണ്ടാവണം, പൈസ കയ്യിലുണ്ടാവണം. ഇങ്ങനെ പലതും, നിസ്കാരത്തിന് പോലും കിടന്നിട്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും നിസ്കരിക്കാന്ന് വരെയുള്ള ഓപ്ഷൻസ് അല്ല തന്നിക്കണം. അല്ല ഭീകരവാദിയോ ഒരു ബംഗാളി ഒന്നല്ല, പാവോ. അല്ലൊരു നല്ല സുഹൃത്താ. അല്ലാതെ നമ്മള് ആ പറഞ്ഞ പണി, നമുക്കൊരു 5 നേരം കയ്യും കാലും കൈ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. ഈ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല.
അതൊക്കെ ചെയ്ത് നമ്മൾ ഈ കണ്ട വിത്തിനൊക്കെ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് കണ്ടും കേട്ടൊക്കെ എങ്ങനെയായിട്ട് സൗഹൃദത്തിന് ജീവിച്ചു പോയാൽ സ്വർഗത്ത് പോവാ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ ഹൂർലിങ്ങൾ ഉണ്ട് നമുക്ക് കിട്ടുമ്പോൾ നോക്കാലോ. നമുക്ക് അവിടെ ചെന്നാൽ ഇവരൊക്കെ കാണാം. നമുക്ക് പറഞ്ഞ നമുക്കിപ്പോ നമ്മൾ ഉദ്ദേശിച്ച ആളുകളൊന്നും അവിടെ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ഞാൻ പേരെടുത്തൊന്നും പറയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നടികൾ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നടികൾ ഉണ്ടാവും ഭംഗിയുള്ള കഴിഞ്ഞ തലമുറയിൽ കഴിഞ്ഞുപോയ മാദക നൃത്തമൊക്കെ ചെയ്ത നടികളോ ഇനിയിപ്പോ നമ്മള് അമേരിക്കന്റെ ഇതൊക്കെ ഒരു മഡോണ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് അത് അവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് എടുത്തോളി, പ്രശ്നമല്ല. അവിടെ ഇതൊക്കെ അനുവദിക്കുന്നുണ്ട്. ഒഴുകണ മദ്യപ്പുഴ എന്നൊക്കെ ഇവലിങ്ങനെ പറഞ്ഞു നടന്ന് മറ്റുള്ളതിലും നാണക്കേടാക്കാൻ പറയും പോലല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെറ്റുകുറ്റങ്ങളും ചെയ്യാത്തവർക്ക് നല്ലത് പറഞ്ഞ് ചെയ്തവർക്ക് സ്വർഗമുണ്ട്, എല്ലാത്തവർക്ക് നരകം കിട്ടുമെന്ന് അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ കയ്യണത്ര നന്നായിട്ട് വൃത്തിയിലും വെടുപ്പിലും നടക്കുക. ഒരു കാര്യമില്ലാതെ ആരോ എന്തോ ചെയ്തതിന് പൊങ്കാലക്ക് പോയി എന്തിനാ നമ്മൾ അതിന്റെ മുകളിൽ കയറിയിട്ട് പൊങ്കാലിടുന്നത് കമന്റ് കൊണ്ട്. അതൊരു തെറ്റാന്ന് ഞങ്ങളോട് പറയാം. നിങ്ങളത് ചെയ്യാതിരിക്കും പ്ലീസ്. നിങ്ങളിത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാ ചെയ്യണമെങ്കിൽ അതിനപ്പുറത്ത് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തത് അന്നാരാജൻ ഒരു നടി അന്നാരാജന് നേരിട്ടൊന്നും പരിചയമില്ല, പക്ഷെ അവരെന്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരു സാരി ഒക്കെ കൊടുത്ത് നല്ലപോലെ ഒരു കേരളത്തിൽ സാധാരണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സാധാരണക്കാർ നടക്കണ പോലെ ഒരു സാരി ഒക്കെ കൊടുത്താൽ വൃത്തിയിൽ ഒരു പരിപാടിക്ക് പോയതാ. ഓർക്ക് പർദ്ദയിട്ടിട്ട് പരിപാടിക്ക് പോകാൻ കഴിയില്ല. ഈ റനീഷ എന്ന കുട്ടിക്കും പർദ്ദയിട്ടിട്ട് പൊങ്കാലക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഓരവിടെ ചെന്നപ്പോ അതിന്റെ ഉള്ളിൽ കൂടി തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നല്ല രീതിയിൽ മുന്നിൽ നിന്ന് ക്യാമറ എടുത്താൽ പോരെ. യൂട്യൂബർമാരോടാ പറയണത്. ഇനി ഇത് പറഞ്ഞ് ഇന്നുപോലെ ചാടിക്കയറരുത്. എല്ലാരും അല്ല പറയണത്. ചില ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യണ്ട. പാവങ്ങളല്ലേ ഈറ്റകൾ വന്നോട്ടെ, പൊങ്കാലിട്ട് പോയിക്കോട്ടെ, എന്ത് കാര്യമുണ്ട് അത് നശിപ്പിക്കാൻ. അതിന്റെ ഉള്ളിൽ പോയി ഫോട്ടോ തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞൊക്കെ ഫോട്ടോ എടുത്ത് പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവിടെ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിട്ട് എന്ത് കാര്യമുണ്ട്? എന്തിനാ നമ്മൾ ഉപദ്രവിക്കുന്നത്? അത് ഓരോരു വിശ്വാസമാണ്, അതോരോ നടത്തട്ടെ. അതിനെന്തോ ക്രിസ്ത്യാനോ ആരാച്ച പോട്ടെ, നിങ്ങളൊന്നും ഓരോതൊന്നും കാരണം. ഞാനതാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ പറഞ്ഞ കമന്റ് ഇട്ടോലെ പ്രാർത്ഥന കൊണ്ടോ ഈ പറഞ്ഞ കമന്റ് ഇട്ടോലെ ബുദ്ധി കൊണ്ടോ സംസാരം കൊണ്ടോ ഓരോ പ്രയത്നം കൊണ്ടൊന്നല്ല ഷക്കീൽ ഹജ്ജിന് ഉംറക്ക് പോയത്. കിന്നാരത്തുമ്പികൾ പോലുള്ള സിനിമകൾ അഭിനയിച്ചിട്ട് ഇനിയും അത് നാട്ടുകാർ കാണും. ഇതൊക്കെ അഭിനയിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോ ഇനി അതില്ല എന്ന് പറഞ്ഞിട്ട് ഓർക്ക് ഹിദായത്ത് കിട്ടി. ഹിദായത്ത് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഈ ഹിദായത്ത് ഷക്കീലൊക്കെ കൊടുത്ത അത്ര പോലും കമന്റ് ഇടണം നിങ്ങൾക്ക് തരൂല. വളരെ ശ്രദ്ധിക്കണം. ഷക്കീല ഉംറക്ക് പോവാൻ ഷക്കീലിനെ തോന്നിപ്പിച്ചത് എന്റെ എളാപ്പന്റെ മോൻ ഹംസക്കല്ല. അവിടുന്ന് അള്ള തോന്നിച്ച് അതിനുള്ള പദ്ധതി കൊടുത്ത് ഓരാ ഉംറക്ക് പോയി. ഹിദായത്ത് നൽകാന്ന് പറഞ്ഞാൽ അള്ള കൊടുക്കണതാ. എന്റെ മതവിശ്വാസികളോടാ ഞാനിത് പറയണത്. മറ്റുള്ള മതവിശ്വാസികളുടെ സഹോദരന്മാരും സ്നേഹത്തോടെ പൊങ്കാലനെ എല്ലാ സഹായം ചെയ്ത് പൂജാവിധികളിലും പൂജാകർമ്മങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലല്ലാതെ ബാക്കിയുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് വീട് വരെ ഒഴിഞ്ഞു കൊടുക്കണം, പള്ളി ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയും. പാളയ ഇമാമിന്റെ മതേതരത്വം അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ആശയവും. ഒരു റനീഷ പോയാൽ നിങ്ങൾ ബേജാറാവണ്ട. പോണോല് പോയിക്കോട്ടെ, വരുന്നോല് വന്നോട്ടെ. ഇനി ഈ മതത്തിന്റെ അന്ത്യനാളിൽ ഈ മതം എന്താവുന്നു? ഇത് കഴിഞ്ഞാൽ മെഹദി ഇമാമ് വരുന്നു, ദജ്ജാല് വരുന്നു, ഇതൊക്കെ തീരുന്നു, ഈസാ നബി വരുന്നു, ഇസ്രായേൽ എന്താവും എന്നൊക്കെ വേറെ പറയാം. അതിലൊക്കെ രാഷ്ട്രീയങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഖുറാൻ വ്യക്തമായിട്ട് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിക്കണ്, നല്ലോണം പറഞ്ഞു തന്നിക്കണ്. ലോകാവസാനം എങ്ങനെ ഒന്ന് ഈ മതത്തിന്റെ ഗതി തോന്നുന്നു, കഅബം പൊളിക്കുന്നു വരെ പറഞ്ഞിരിക്കണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ സകല മുസ്ലിങ്ങൾക്കും വിശ്വാസികൾക്ക് കോമ്പസ് ചെയ്ത് നേരെ നിന്ന് നിസ്കരിക്കാന് കിബില കാണിച്ച കഅബം വരെ പൊളിക്കുന്നു പറഞ്ഞിരിക്കണ്. പിന്നെ എന്തിനാ നമ്മൾ തർക്കം ഉണ്ടാക്കുന്നത്? നമ്മൾ അവിടേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള മാർഗം ഉണ്ടാക്കണ്ട. ഒരു ഇഷ്ടമുള്ള ഇതിന് പോട്ടെ, അന്നാരാജനെ പോലുള്ളവർ അതിന് പോട്ടെ. നമ്മൾ അതിനുള്ളിൽ പോയിട്ട് ക്യാമറ ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സാധനം നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത്, ചില്ലറ കിട്ടാൻ വേണ്ടി ചെയ്ത് ഇവരെ പിന്നാലെ നടന്ന് ഓരെ പിന്നാലെ നടന്ന് ഈ റനീഷ എന്ന കുട്ടി കൊണ്ട് സഹായിച്ചു കൊടുത്തോളൂ പോയിക്കോട്ടെ. ഓര് ചെയ്ത ഒരു അണുമണി തൂക്കം പുണ്യം വേറൊരാൾക്കും കിട്ടൂല. ഓരോരോ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യണതേ കിട്ടുള്ളൂ, പ്രാർത്ഥനകളിലൂടെ കിട്ടേണ്ടത്. ഒരു ചെയ്തത് ആർക്കും കിട്ടില്ല. എന്നാൽ ഇനി അവര് ചെയ്ത തെറ്റ് നമ്മൾ കമന്റ് ഇട്ടിട്ട് നമ്മളെ ഫിത്തിനാക്കിയിട്ട് അത് നമ്മളെ ഇതൊന്നും കട്ട് ചെയ്തിട്ട് ഓൽക്ക് കൊടുക്കണ പണി ഞങ്ങൾ എടുക്കണത്. അത് നിൽക്കണ്ട, ഞാൻ തമാശ പറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ഇൽമിന്റെ സദസ്സാക്കി മാറ്റട്ടെ. ഞാനിങ്ങനെ നോമ്പിനൊന്നും വന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് പറയല്ല, പിന്നെ ഒരു നിവൃത്തിയില്ലാത്തോട്ട് പറയാ. അപ്പൊ ഒരു കമന്റ് വന്നിട്ട് വരുത്തം വന്ന് ആ കുട്ടീനോട് പറയാം, പൊന്നാരേട്ടങ്ങൾ ഇന്നൊരു വർഗീയവാദി ആക്കരുത്.
ഞാൻ നിങ്ങളോട് പറയും, എനിക്ക് ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, വളരെ നല്ല, ഞാൻ കൂടെ രാത്രി അടിച്ചും കുത്തി കിടന്നുറങ്ങണ 100 കണക്കിന് ഹിന്ദു സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അങ്ങനെ എന്റെ കൽവിന്റെ കണ്ടങ്ങളായ ഓലൊക്കെ നല്ല മതവിശ്വാസികളാ. ഇന്റെ അവിടെ മറ്റേ തളിയിൽ അമ്പലത്തില് ഒരുപ്പനെ ഗണപതി പൂജക്ക് വിളിക്കുമ്പോ ഒരു മുഖ്യ അതിഥിയായ ഒരു സിനിമാ താരത്തിനെ വിളിക്കുന്നത് ആ സദസ്സൊന്ന് കളർഫുൾ ആക്കാന്. അപ്പൊ ഇപ്പൊ പോവും, അവിടെയൊക്കെ പോയിട്ട് പങ്കെടുക്കും എന്ന് വെച്ച് പോലെ സദസ്സിലൊക്കെ ഇരുന്ന് മറ്റേ ഇത് തെളിച്ച് മറ്റേ പൂവിട്ട് തീകുണ്ടത്തിന്റെ മുന്നിലിരുന്ന് പൂജ നടത്തുന്നതൊന്നല്ല ഇപ്പൊ പരിപാടിക്ക് പോണ. വട്ടക്കണ്ടറിൽ ഗണപതി മഹോത്സവം ഉണ്ടാകുമ്പോൾ ഗണേശോത്സവം ഉണ്ടാവും, ഇപ്പൊ പോകും അവിടെ ചെന്ന് പങ്കെടുത്ത് ഇങ്ങോട്ട് പോരും. ഒരു തവണ തലയിൽ അമ്പലത്തിൽ ചെന്ന് പുറത്ത് പൂജാരി മാമുക്കോയ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവരൊരു ഇത് പ്രസാദം അതിൽ കൈ കൊടുത്ത്, അതിപ്പോ വേണ്ട, എനിക്ക് കളപ്രസാദം ഒന്നും വേണ്ട എന്ന് പറയണോ, അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് കയ്യിൽ മാന്യമായിട്ട് വെച്ചിട്ട് പിന്നെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തോട്ടെ. അത് ചെയ്തപ്പോ ഇപ്പൊ മതം മാറി എന്ന് പറഞ്ഞ് ഇപ്പൊ കവറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ചെയ്ത പുണ്യത്തിന് പുണ്യം തന്നെ ഇപ്പൊ കിട്ടൂ. പിന്നെ നമ്മള് സൽസന്താനങ്ങള് നല്ലത് ചെയ്താൽ കിട്ടും. ഞാൻ ബാപ്പ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ബാപ്പയ്ക്ക് വേണ്ടി യാസീനോ നിങ്ങൾ കേൾക്കണോ? ഞാനിതൊന്നും നിങ്ങൾ അറിയാൻ വേണ്ടി പറയല്ല. യാത്രകളിലോ ഞാൻ പുറത്തു പോണ സദസ്സുകളിലോ സന്ദർഭങ്ങളിലൊക്കെയാണ് സുബി ഓതിട്ട് യാസീൻ ഓതാതിരിക്കണേ. അല്ലാത്ത സമയത്ത് ഞാൻ യാസീൻ ഓതി ഇന്നും ഞാൻ ഓതിക്കണേ. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ 3 കൊല്ലാവാനായി. അപ്പൊ അതിന് പലതവണ വിട്ടുപോയതൊരു കൊല്ലാണെങ്കിൽ 2 കൊല്ലം കൃത്യമായിട്ട് യാസീൻ ഓതി. എന്റെ വാപ്പന്റെ കബർ പുറത്ത് ഞാൻ പോക്കുണ്ട്. കബറും പുറത്ത് പോണത് ഒരു വലിയ അത്ഭുതമൊന്നുമല്ല. കബർ സിയാറത്ത് സുന്നത്തുള്ളൂ. അതിന്നെ മരണത്തിനെ ഓർമ്മിപ്പിക്കാനാ. കബർ കിടക്കുന്ന ആൾക്കൊരു ഖുറാനിൽ പറയാണ്, കാരക്ക കുരുവിന്റെ മുകളിൽ ഒരു പാടുണ്ട്. ആ പാട കയ്യിൽ ഇങ്ങോട്ട് എടുത്തിട്ട് കാണൂല, ആ കയ്യിലെടുത്തിട്ട് ചുരുട്ടിയാൽ കടുകുമണിന്റെ അത്രയും ഉണ്ടാവില്ല. അതിന്റെ അത്ര പോലും ശക്തി കബറിൽ കിടക്കുന്ന ആൾക്ക് പറയാനോ കേൾക്കാനോ അറിയാനോ ഇല്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട്. ഞാനല്ല. അതുകൊണ്ട് ഒരു കബറിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടൂല. കബറിൽ ചെന്നിട്ട് കേക്കോട്ടും തെക്കോട്ടും വലക്കോട്ടൊക്കെ നിൽക്കുന്ന ആളുകളെ എനിക്കറിയാം. അത് ചെയ്യരുത്. നിങ്ങൾ കബർസ്ഥാനിൽ ചെന്നാൽ കിബിലക്ക് നേരെ നിൽക്കണം. തൽക്കുമ്പാത്ത് കിബിലക്ക് നേരെ നിന്നിട്ട് ആ കബറിൽ കിടക്കണ ബാപ്പക്ക് വേണ്ടിയോ കൂട്ടുകാരന് വേണ്ടിയോ കുടുംബക്കാരന് വേണ്ടിയോ എന്ത് ചെയ്യാനാ, കബറിനെ വിശാലാക്കി സുഖമായി സ്വസ്ഥമായി ഉറങ്ങാനും സ്വർഗം നൽകാനും പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് വേണ്ടി ഞാൻ ഒരു വാപ്പനെ പറ, വാപ്പ അല്ലൊന്നല്ല. അല്ല ഇതിന്റെ ഒക്കെ മുകളിലുള്ള ആളാ. മൂപ്പർ ഈ ഒരു ഭൂമി മാത്രമല്ല കൺട്രോൾ ചെയ്യണത്, ഇതിലേക്ക് വെളിച്ചം തരുന്ന സൂര്യനല്ല കൺട്രോൾ ചെയ്യണത്, ഇതിന്റെ ചുറ്റിലുള്ള മറ്റുള്ള ഗ്രഹങ്ങളെ മാത്രമല്ല കൺട്രോൾ ചെയ്യണത്. ഇതിന്റെ അപ്പുറത്ത് വേറെയും സാധനങ്ങളുണ്ട്. അവിടെയും ചിലപ്പോൾ ആളുകളുണ്ടാവും, അവിടെയൊക്കെ കൺട്രോൾ ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ നോക്കാം, മലായിക്കത്തുകളെ മുൻകറി നെക്കീറും ഇതൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ പറയണോ കാണുന്നുണ്ടാവും. ഇതിലുണ്ട് പരിഹാസഭാവം, ചിരിക്കണതുണ്ടെങ്കിലൊക്കെ ഞാൻ പരിഹസിച്ചോ ചിരിച്ചോ പറയില്ല. ചില ആളുകൾക്ക് ഇത് ഇങ്ങനെ മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ആധികാരികമായി പറയാനും മയക്കിൽ ഞാൻ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് പാടി പറയാനാണെങ്കിൽ ഞാനൊരു കത്തീബല്ല. ഞാൻ നിങ്ങളോട് പറയണത്, ഞാനിത് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ റെനീഷ് എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ആട്ടെ. ഗുരുവായൂരാ പെണ്ണ് കണ്ണന്റെ ചിത്രം വരച്ചിട്ട് ഓരിഷ്ട കണ്ണന്റെ ചിത്രം വരയ്ക്കേ. ആര് ചിത്രം വെച്ചാൽ മക്കത്തെ മദീനന്റെ ചിത്രം വരയ്ക്കുക, മദീനത്തെ ചിത്രം വരയ്ക്കുക, മക്കത്തെ ചിത്രം വരയ്ക്കുക. എന്താ ചെയ്തോലും വിറ്റോട്ടെ. ഏത് ഹിന്ദുവിനും മദീനത്തെ മക്കത്തെ ചിത്രം വരച്ച് വെക്ക. ആർക്കും കണ്ണന്റെ ഫോട്ടോ. പിന്നെ വർത്താനം പറയുമ്പോ ആ കുട്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ ഒന്ന് നമ്മള് ആ മുസ്ലിമിന്റെ പേരും പറഞ്ഞ അതും മരുന്നും പറഞ്ഞ ആളാവണ്ടേ. നമുക്ക് പൊങ്കാലിക്ക് പോകണം, പൊങ്കാലിക്ക് പോവാ, പൊങ്കാലിട്ടിട്ട് തിരിച്ചു പോരാ. അത് അറിയപ്പെടുന്നോട് സംഭവിച്ച. അല്ലാതെ എത്ര മുസ്ലിങ്ങളിൽ ഇപ്പൊ പോയിണ്ടാവും പൊങ്കാലിടാന് നമുക്കറിയോ? എത്ര ആളുകൾ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നുണ്ടാവും നമുക്കറിയോ? എത്ര പെണ്ണുങ്ങളോട് സാരി എടുത്ത് കാണാൻ മുഞ്ചുള്ള വന്നിട്ടുണ്ടാവും. അന്നാരാജന്റെ പിന്നാലെ മാത്രം പോയത് അന്നാരാജനെ അറിയുന്നത് കൊണ്ടും കൂടിയാണ്. പിന്നെ അന്നാരാജനെന്നല്ല, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പൊങ്കാലൊക്കെ ഇടാനൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ സദസ്സിലൊക്കെ പോകണം. അത്ര ഭംഗി കൂട്ടി പോവാതെ കുറച്ചൊന്ന് ഭംഗി കുറയ്ക്കാനല്ല പറയണത്, ഒന്ന് കുറച്ച് നമുക്കിത് നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന കാറിന്റെ പരസ്യമായാലും മറ്റുള്ള എന്ത് പരസ്യമായാലും പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടാ പരസ്യം ചെയ്യുക, സ്ത്രീനെ ഉപയോഗിച്ചിട്ടാ പരസ്യം ചെയ്യുക. ആണിനെ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ പണ്ട് എറണാകുളത്ത് ഒരു കോളേജിന്റെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ആണുങ്ങളെ ബലാത്സംഗം ചെയ്ത് പെണ്ണ് പീഡിപ്പിച്ചതൊരു കേസ് വളരെ അപൂർവമായിട്ടാണ് വരുത്ത് പെണ്ണിനെ ബലാത്സംഗം ചെയ്തെന്നാ പറയല്. അപ്പോ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. അതിനുള്ള ഒരു വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് നമ്മൾ നിന്നും കൊടുക്കാതെ നിൽക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതിനുള്ളിൽ കൊണ്ട് ക്യാമറ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇതൊന്ന് നമ്മൾ അള്ളാനെ അയച്ചിട്ട് ഞാൻ കയ്യും കാലും പിടിച്ച് പറയാണ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ ഇസ്ലാമെന്ന് അങ്ങനെ പോണോല് പൊയ്ക്കോട്ടെ, നിങ്ങൾ ബേജാറാവണ്ട. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വരുമെന്നല്ലോ. അപ്പൊ അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങോട്ട് പോകുന്നല്ല. ഇപ്പൊ മറ്റേ കോൺഗ്രസിലേക്ക് BJP ഒരു നേതാവിന്റെ മുന്നേ വന്ന് ആദ്യം പറഞ്ഞത് മുഴുവനും കോൺഗ്രസ്സുകാരെ കുറ്റേന്, ഇപ്പൊ മുഴുവനും BJPക്കാരെ കുറ്റം പറയുന്നു.
മറ്റേ അയാളത് പറയും മുറത്താബ് ഇത് മാറിയിട്ടല്ലല്ലോ, എന്താണ് മുറത്താബ് ബോധം വന്നപ്പോൾ മതം മാറുന്നത്. മുറത്താബ് പാലക്കാട് സീറ്റിട്ടായിട്ട് മാറിയതല്ല, മുറത്താബ് മക്കത്ത് സീറ്റിട്ടായിട്ട് മാറിയതല്ല, മദീനത്തൊരു അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റിട്ടായിട്ട് മാറിയതല്ല. ഉമറത്താബിന് പ്രത്യയ ശാസ്ത്രം, മതവിശ്വാസം, ആരാധന അത് ബോധ്യം വന്നിട്ട് മാറിയതാണെന്ന് നമ്മളെ പഠിപ്പിച്ച്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളോടും എല്ലാ മതസ്ഥരോടും പറയും, നിങ്ങൾ വെറുക്കരുത്, ദേഷ്യം പിടിക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൊടുത്ത് എല്ലാവരോടും സലാം ചെല്ലുന്ന കൊടുത്തില്ല. ഞാൻ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇഞ്ചിഞ്ഞ് മോശമാവാതെക്കാനാ. നമ്മൾ റെനീഷ പോലത്തെ കേസുകളിൽ നമ്മൾ കയ്യനെ പങ്കെടുക്കരുത്. നമ്മളിങ്ങനെ പറയണ്ട, ഒരു പൊയ്ക്കോട്ടെ, ഓർക്ക് സൗകര്യമുള്ളവർക്ക് ഒരു പൊയ്ക്കോട്ടെ. എന്തെങ്കിലും ഷക്കീല ഉമ്രക്ക് പോയപ്പോ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഖ്യളിന്റെ താഴത്ത് കയറിയിട്ട് പൊങ്കാലിട്ടിട്ടില്ലല്ലോ, നിങ്ങളും പൊങ്കാലിട്ടിട്ടില്ലല്ലോ. അപ്പൊ ഓർക്ക് ഇതിൽ പോവാന്ന അവിടെ ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അന്യമതത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നവരുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകണവരുണ്ട്. അതൊക്കെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം, ഓരോ പൗരാവകാശ. ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇനി ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായ കാര്യം പറയുമ്പോൾ, ഇറാനും ഇറാഖും യുദ്ധം 10 കൊല്ലത്തോളം ഇറാനും ഇറാഖും യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് ഈ GCC രാജ്യങ്ങൾ മുഴുവൻ ഇറാഖിനെ സഹായിച്ചത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇറാഖിന് ഭ്രാന്തായിട്ട് ഇറാഖ് കയറിയിട്ട് കുവൈത്ത് കയറി അടിച്ചത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുവൈത്തിന് എന്ത് ചെയ്യണോ, കുവൈത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ അമേരിക്ക കുവൈത്തിനെ സഹായിച്ചു, പോലെ ഭൂമികൾക്ക് കൊടുക്കണ്ടേ, സഹായിച്ചു കൊടുത്ത്. അന്ന് തുടങ്ങിയതാണ് സൗദിയിലും GCCയിലും പല രാജ്യങ്ങളിലും അമേരിക്കന്റെ ബേസുകൾ, സൈനിക താവളങ്ങൾ തുടങ്ങിയത്. അന്ന് മുതൽ ഓല അതിനോലെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്, ഓൽക്കൊരു സംരക്ഷണമായിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ പലസ്തീനെ കാലങ്ങളായിട്ട് ഇസ്രായേൽ അടിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെതല്ല പലസ്തീൻ്റെതാണ് ഇസ്രായേൽ എന്നാണ് പറഞ്ഞ ചരിത്രങ്ങൾ. ഇനി അതെന്തോ ആവട്ടെ, അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ അവിടെ പോയിട്ട് അടിച്ചതാ. ഇനിയിപ്പം പറഞ്ഞ ഇറാന് നിവൃത്തിയില്ലായിട്ട് പല ബേസുകൾക്കായിട്ട് മക്കളൊക്കെ UAEയിലും അവിടെ ഇവിടെയൊക്കെ മക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഓരൊക്കെ പറഞ്ഞ അങ്ങനെ പുറത്തൊന്നൊന്നുമില്ല. ഇന്നലത്തെ മെസ്സേജ് വന്ന് എല്ലാവരും ഉള്ളിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കയറുന്നു. പക്ഷെ പുറത്ത് ഒരു എണ്ണ ടാങ്കിന് ഇതായിട്ട് ബോംബിട്ട് എന്നാൽ ഇതുവരെ കേട്ടതായിട്ട് ഓർമ്മയില്ല. എന്തെങ്കിലും സൂചിപ്പിക്കുക, തിരുത്താ ഞാൻ പറയണത്. പിന്നെ ഈ GCCന്റെ ഒക്കെ കുടിവെള്ള പദ്ധതികൾ, കടലിൽ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കി കുടിക്കുന്ന പദ്ധതി, അതിനൊന്നും ഇറാൻ കൊണ്ടേ ബോംബിട്ടിട്ടില്ല. ബോംബിട്ടത് US ഇതിനൊക്കെയാണ് കൊണ്ടേ ബോംബിട്ട്. അതിന്റെ കാരണങ്ങൾ ഒരു പറഞ്ഞും ചെയ്ത് അവരടിക്കില്ല. അത് യുദ്ധങ്ങളാ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ. അത് അവസാനിക്കട്ടെ. 100 ചില്ലാൻ കുട്ടികളെ കൊന്നതിനൊന്നും ഇസ്രായേൽ കൊണ്ടേ ബോംബിടുമ്പോ, ഈ ഇറാനിൽ കൊണ്ടേ ബോംബിടുമ്പോ ഇയാള് ആയത്തുള്ള ഖുമൈനി താമസിക്കുന്ന കൊട്ടാരം പ്ലാൻ ചെയ്ത് ചെയ്യാനാണ്. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അത്രയും കുട്ടികളെ കൊല്ലേണ്ടില്ലായിരുന്നു. അതൊരു വലിയ ലഹരിയായിട്ട് മാറാണ്. റോട്ടിന്റെ മുകളിൽ കുടുംബം ഒന്നും പോറ്റാതെ, ഇവരൊക്കെ ഒരു ക്വാളിറ്റി പറഞ്ഞുതരാം. കുടുംബം ഒന്നും പോറ്റാതെ റോട്ടിന്റെ മുകളിൽ കള്ളും കുടിച്ച് എരുന്ന്, നാട്ടുകാരോടെ 5ഉം 10ഉം വാങ്ങി എരുന്നിട്ട് കള്ള് കുടിച്ച് ഛർദ്ദിച്ച് മൂത്രം ചുടുതുണില്ലാതെ റോട്ടിൽ കിടക്കുന്ന ഓരോ തല്ലിപ്പൊളികളില്ലേ, അവർക്കുള്ള ബുദ്ധിയും വിവേകം പോലും ഈ രാജഭരണമുള്ള ഈ രാജാക്കന്മാർക്കില്ല, പ്രസിഡന്റുമാർക്കില്ല. അത് അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും മുസ്ലിം രാജ്യങ്ങളായാലും ഒരുപാട് പട്ടിണി എടുക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ബേജാറായി പട്ടിണി കിടന്ന് നിസ്കരിക്കാൻ പള്ളിയില്ലാത്ത പോട്ടെ, ബാക്കിയൊക്കെ പോട്ടെ, ക്രിസ്ത്യൻ പള്ളി പോട്ടെ, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളിയില്ലാത്ത, മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്ത എത്രയോ കറുത്ത വർഗക്കാർ പാവങ്ങൾ ജീവിക്കുന്ന ഗതികെട്ട രാജ്യങ്ങളുണ്ട്. അവിടെ ഒന്നും പോവാതെ നമ്മള് വലിയ പർദ്ദയും വലിച്ചിട്ട് മറ്റേ തലക്കൂടെ മക്കനിട്ട് ചിരിച്ച് കളിച്ച് ഭയങ്കര രാജാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്രയോ കോടി ഉറുപ്പിന്റെ ആസ്തികൾ, ഇത്ര ക്രൂയിസ് 3000 കോടിന്റെ മറ്റേ ബോട്ട്, കപ്പല്, മറ്റേ മറിച്ച് എന്ന് പറഞ്ഞ് നടക്കണേ. അതിനൊക്കെ നമ്മൾ കേൾക്കണ്ടേ. അല്ലാതെ ഇവിടെ ഒരു റനീഷ് അതിന് പോയതിനല്ല. UAEയില് ബോംബിട്ടപ്പോഴും മറ്റേ GCCയിലൊക്കെ ബോംബിട്ടപ്പോ ഇന്ത്യ അപലപിച്ച്. ഇന്ത്യ ആദ്യം ഇറാനിലിട്ടതിനെ അപലപിക്കേണ്ടിനി. ഇപ്പൊ ഹോമൂസ് വൈക്ക് തടഞ്ഞ അതിലെ വന്ന് ഇതൊക്കെ വരുത്ത് കുറയും. ഗ്യാസും പെട്രോളും മണ്ണെണ്ണയൊക്കെ ഇവിടെ കുറയും, ഡീസലൊക്കെ. അതിനൊക്കെ നമ്മൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും, എല്ലാ പണിയും കിട്ടും. അതുകൊണ്ട് നമ്മളിതിൽ വർഗം, ബോധവും, ജാതിയും, ദേശവും, വർഗീയതയും ഒന്നും കാണിക്കാതെ ഞാൻ എൻ്റെ ദൈവത്തിനോടും നിങ്ങളെ ദൈവത്തിനോടും എല്ലാരെ ദൈവത്തിനോടും, എൻ്റെ കണക്കിൽ ഒരൊറ്റ ദൈവം ലായില്ല. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിനൊരു ദൈവമുള്ളൂ. അതെന്നാ ഞാൻ പറയണത്. എപ്പോഴും രാജസ്ഥാനില് പുഷ്കറിൽ ഒരു പ്രതിഷ്ഠ ഉണ്ട് ബ്രഹ്മാവിന്റെ. അവിടെ ഉള്ളു പ്രതിഷ്ഠ ബ്രഹ്മാവിന്, വേറൊരു സ്ഥലത്തും ഇല്ല.
എന്റെ അറിവിലില്ല, ഇതുവരെ കേട്ടതായിട്ടില്ല, അന്വേഷിച്ചൊക്കെ നോക്കിയത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്തട്ടോ. ഞാൻ പറഞ്ഞിരിക്കണം, വാപ്പക്കും ഉമ്മക്കും വിളിക്കുക, തള്ളക്കും എന്തൊക്കെ വിളിക്കരുത്, നിങ്ങൾ പറഞ്ഞു തന്നെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ബ്രഹ്മാവിന് ഒരു പ്രതിഷ്ഠ ഉള്ളൂ എന്നാണ്. പിന്നെ ഞാൻ നാള് പറഞ്ഞ 10 അവതാരങ്ങളും കൽക്കും കൂർമ്മും വരാഹും മത്സ്യവും വാമനും പരശുരാമനും ഒക്കെ അവതാരങ്ങളാണ് ദൈവത്തിന്റെ. മഹാവിഷ്ണുവിന്റെ, ശിവനും വിഷ്ണുവും ബ്രഹ്മാവും, ബ്രഹ്മാവാണ് ദൈവമെങ്കിൽ അവിടെ ക്രിസ്ത്യാനികൾ പറഞ്ഞ മാതിരി യഹോവാണ് ദൈവമെങ്കിലും പിന്നെ മറ്റത് മോനാണ്. അപ്പോൾ ദൈവം എല്ലായിടത്തും ഒന്ന് തന്നെ. നമ്മൾ തിരിച്ചു മനസ്സിൽ അലാഹാന്ന് ജൂതന്മാർ പറയുമ്പോൾ ഇതിന്റെ ബാക്കിലൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. നമ്മൾ 4-5 പേരിലും കൂട്ടിയിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചിട്ട് പറയണം. അതിലൊരു തല്ലിപ്പൊളി കമന്റ് ഒരുത്തന്നെ അടിച്ച് ആ സ്കൂളിൽ 10-41 ആള് മരിച്ച അന്ന് തന്നെ കുറെ ജിഹാദി കുട്ടികൾ മരിച്ച്, നന്നായി മരിച്ചെന്ന്. മക്കൾക്ക് എന്ത് ജിഹാദോടോ? ഈ ഞാനും പെറ്റ കുട്ടിയൊക്കെ എന്ത് ജിഹാദ്? ഈ ഞാനും വളർന്നു വന്ന ഞമ്മക്ക് എന്ത് ജിഹാദ് ഉണ്ടേനി? ഈ കുറെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനി കുട്ടികളും ക്രിസ്ത്യാനി ആളുകളും കൂടെ കളിച്ച് നടന്നില്ല. ഞാൻ എത്രയോ ആളുകൾ കൂടെ നടന്നിക്കണോടോ. എനിക്കതങ്ങനെ വെറുതെ പോലും വല്ലൊന്നും വെറുപ്പ് പറയാൻ പറ്റില്ല. മുസ്ലിം അല്ലാത്ത എനിക്ക് ഇനിയിപ്പോ ഒരു നിരീശ്വരവാദി ആണെങ്കിൽ പോലും സുഹൃത്താണ്, അയാളോട് വർക്കാൻ എനിക്ക് കഴിയില്ല. അയാളെ വിശ്വാസം അത് അയാളെ രക്ഷിക്കട്ടെ. ലക്കും ദീനിക്കും വലിയ ദീനിക്കും ഇയാൾ കാഫറുൻ സുഹൃത്തിൽ പറയില്ലേ, ലക്കും ദീനിക്കും വലിയ ദീൻ, എനിക്ക് നിന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം. അത് അള്ളാഹ് ഖുറാനെ കൂടെ അള്ളാഹ് റസൂലിനെ കൊണ്ട് പറയിപ്പിക്കെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇതൊന്ന് കയറ്റെടുക്കാൻ വേണ്ടി പോണ്ട. ഇതൊക്കെ അത് നോക്കാൻ അതിന്റെ ആളുണ്ട്. അള്ളാഹ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടുകളെ വെച്ചിക്കണ്, ജിബിരിയിലുണ്ട്, മലൈക്കത്തിങ്ങളുടെ ഓലൊക്കെ നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾ ഇതൊന്നും നോക്കണം. ഇതിന്റെ ബാക്കിൽ ഇനി ഇതിന്റെ ബാക്കിൽ കയറി സുഡാപ്പി കിടാപ്പി കൊങ്ങി പിങ്ങി പങ്ങി സംഗീതം ഒന്നും പറഞ്ഞ് അടിക്കാൻ വേണ്ടി വരരുത്. ഞാൻ പറയാണ്, ഞാൻ കമന്റ് ഒക്കെ നോക്കിയിട്ട് എല്ലാ കമന്റിനും മറുപടി വിടുന്ന ഒരു ആളാണ് ഞാൻ. എല്ലാ കമന്റും ഞാൻ കണ്ട് നോക്കി അതിന് ഇമോജിയൊക്കെ അടിച്ച് വിടുന്ന ആളാണ്. വളരെ മാന്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന തിരുത്താം, എന്നോട് മറുപടി പറയാം. ഇന്ന പരിഹസിക്കാനോ തെറി വിളിക്കാനോ നിങ്ങൾ നിൽക്കരുത്. ഞാനിപ്പോഴും പറയാണ്, എല്ലാവർക്കും എല്ലാവരും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ സ്വാതന്ത്ര്യം നടക്കട്ടെ. എന്റെ എനിക്കോ എന്റെ കുടുംബത്തിലോ എന്റെ ചുറ്റുപാടിലോ എന്റെ നാട്ടിലോ വരുന്ന ഭവിഷ്യത്തുകളിൽ ഞാൻ എന്റെ കുടുംബത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അത് നോക്കിയാൽ മതി. ഞാൻ പുറത്തു പോകുന്നൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഞാൻ അതും നോക്കണം. അപ്പൊ ഞാൻ എത്രമാത്രം ഉയർന്ന് പൊതുരംഗങ്ങളിലുണ്ടോ അത്രമാത്രം എനിക്ക് ഈ ഭാഗങ്ങളിൽ ദോഷം വരുന്ന പ്രവൃത്തികൾ എനിക്ക് എതിർക്കാം, നല്ലതിനെ പ്രശംസിക്കുകയും ചെയ്യാം. ഓരോരോ ഇഷ്ടത്തിന് പൊങ്കാലക്ക് പോകാൻ എന്ത് ചെയ്യട്ടെ. നമ്മൾ നിൽക്കേണ്ടത് പാളയ ഇമാമ് പറഞ്ഞില്ലേ ഇല്ല, നമ്മൾ പാളയ ഇമാമിന്റെ കൂടെ ലക്ഷം പിന്നാലെ, അതാണ് നമ്മളെ പദ്ധതി. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകേണ്ടത്, നമ്മൾ ഇതിനൊന്നും ഇടാതെ അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചും കണ്ടും നല്ല രീതിയിൽ ജീവിച്ച് നമ്മൾ 5 നേരം നിസ്കരിച്ച് ആരും കുറ്റമൊന്നും പറയാതെ മാന്യമായിട്ട് ജീവിച്ച് സ്വസ്ഥമായിട്ട് നടക്കുക. നമുക്ക് അള്ളാണ് വലുത്. അതും മറ്റുള്ളവർക്കൊരു ഉപദ്രവമാവാതെ നമ്മൾ ആരാധിച്ചാൽ മതി. എൻ്റെ പള്ളിയിൽ പോക്കോ, എൻ്റെ നിസ്കാരോ, എൻ്റെ നോമ്പോ, എൻ്റെ ഒരു ആരാധനയും ഒരു അന്യമതസ്ഥനെയും ഒരു കോലത്തിലും വേദനിപ്പിക്കണില്ല, ബുദ്ധിമുട്ടിക്കണില്ല എന്നുള്ള പരിപൂർണ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് ഉസ്താദുമാർ പറഞ്ഞെന്ന പോലെ ഞാൻ സലാം ചെല്ലുമ്പോൾ പറഞ്ഞു, സലാം ചെല്ലേണ്ടത് അങ്ങനെയല്ല മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്ന്. അതൊക്കെ ചെറുതിൽ സുന്നി മദ്രസിൽ പഠിക്കുമ്പോൾ പറഞ്ഞു നിൽക്കണം. മുബ്തദീനെ കണ്ടാ സലാം ചെല്ലാൻ പാടില്ല എന്ന്. മുബ്തദി ആരാ? മുജാഹിദ് എന്നാണ് ഉദ്ദേശിച്ചത് അന്ന്. എൻ്റെ ഒപ്പനെ കണ്ടാല് കാന്തപുരം ഉസ്താദ് കെട്ടിപ്പിടിക്കും, വലിയ സ്റ്റപ്പൊക്കെ അങ്ങോട്ടും ഉസ്താദിനും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും, സലാം ചെല്ലൊക്കെ ചെയ്യും. എൻ്റെ ഒപ്പം ഒരു പുരോഗമനവാദി സിനിമ നടനൊക്കെ ആകുമ്പോൾ ഒരു പുരോഗമനവാദി തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പനോട് സലാം ചെല്ലാന്ന് മുജാഹിദിനോട് സലാം ചെല്ലാൻ പാടില്ല എന്നൊക്കെയാണ് കഥ. അതൊന്നല്ല നമ്മളെ വിഷയം. അതങ്ങനെ പറയാൻ ഓർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇതിങ്ങനെ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. കേൾക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് പോവാ, കേൾക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ആവാ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി, ഇല്ല നിങ്ങൾ സ്വീകരിക്കണ്ട, സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. തെറി പറയരുത് പ്ലീസ്, കാല് പിടിച്ച് പറയാണ്. തെറി പറയരുത്, ബാപ്പക്കും ഉമ്മക്കും വിളിക്കരുത്. അത് നിങ്ങൾ ഏത് ജാതി ആയാലും ഏത് വർഗമായാലും ഏത് മനുഷ്യനായാലും എന്ത് പേരിലായാലും അള്ളാന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാത്ത എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും പറയണം, നിങ്ങൾ പൊരുത്തപ്പെടണോ, മാപ്പാക്കണോ. ഞാൻ എന്റെ ബുദ്ധിക്ക് ഞാൻ ഇതുവരെ ആരും ഞാൻ ഇതിൽ ദോഷമായിട്ട് പറഞ്ഞില്ല. ചെയ്യരുത് എന്നേ പറഞ്ഞു. ചെയ്തത് തെറ്റാണെങ്കിൽ ചെയ്യരുത്. യൂട്യൂബേഴ്സ് ആണെങ്കിലും നമ്മളെ ഈ സോഷ്യൽ മീഡിയ രംഗത്തുള്ളവരൊക്കെ ആകുമ്പോഴും നമ്മൾ എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം അങ്ങോട്ട് വാരടിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേദനിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ഉപദ്രവിക്കാതെ എല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയിട്ട് നല്ല കമന്റുകൾ ചെയ്ത് ആരും ഉപദ്രവിക്കാതെ സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മൾ എന്നും ഒത്തൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ നിങ്ങളെ വിശ്വാസങ്ങൾ പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും
നമസ്കാരം.